സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാവാം, ഏത് സിദ്ധാന്തമാവാം, എന്തുമാവാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബുദ്ധി ഉപയോഗിക്കാത്ത രീതിയിൽ ഇമോഷണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മായ സ്വഭാവം, ഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യം, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കുടുംബപരമായിട്ടും പ്രകടനം ചെയ്യാനുള്ള ഒരു താല്പര്യം. ഞാൻ ഇന്ന കമ്മ്യൂണിറ്റിപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന അവരുടെ ടീച്ചറിനോട് കുറച്ച് കൂടുതലുണ്ട് ഒരു പൊളിറ്റിക്കലും അത് നിമിത്തമുണ്ടാകുന്ന വഴക്കം അത് ഒരു ഫ്രിക്ഷനെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ആത്മജ്ഞാനം, മിസ്റ്റിക്കൽ കാര്യങ്ങൾ, ഈ സോൾസും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ചിത്രഭ്രമങ്ങൾ, വല്ലാത്ത ഡിപ്രഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ സൈക്കോപാത്തുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ട് ജീവിതം ഒരാളെയൊക്കെ ഒന്നും കളയാൻ വളരെ ഉള്ള നിമിഷവും അങ്ങനെയൊക്കെ ഒരാളെയൊക്കെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ കണ്ടാലൊട്ടും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഗ്രഹമാണ്. ഒരു ഗ്രഹത്തോളം വളരെ വിചിത്രമാണ്. അത് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സൂചി കുത്തുന്നത്, വേദനിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ വേദനിച്ച് സ്വയം വേദനിപ്പിച്ച് കൊടുക്കുന്ന മനോരോഗങ്ങൾ, ഉപയോഗിച്ചുള്ള സ്വച്ഛതയും ഭിക്ഷാടനം, ഇതെല്ലാം കേതുവാണ്. പൊതുവിൽ കേതു ദശാകാലം എന്ന് പറയുന്നത് 12 ഭാവങ്ങളിലുള്ള ഭൂരിപക്ഷം ആൾക്കാർക്ക് സംഖ്യപോലെ വൻ വീഴ്ചകളാണ്. ഏകദേശം 6-12 ഭാവത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ 6-12 അല്ലെങ്കിൽ 6-12 ഭാവാധിപന്മാരെ ഒട്ടയോഗം ചെയ്തിരിക്കുന്ന 6-12 ഭാവാധിപന്മാരുടെ നക്ഷത്രത്തില് നിൽക്കുമ്പോഴോ എഴുതി വരുന്ന ഫലങ്ങൾ തിരിച്ചടികളായിരുന്നു. അതായത് വളരെ വലിയ രീതിയിൽ പോയിട്ട് എടുത്തടിച്ചതുപോലെ ജീവിതത്തിൽ ഒരു പരാജയം ഒറ്റപ്പെട്ടത് വൻ പരാജയം, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വൻ പരാജയങ്ങൾ ദശാകാലം നൽകുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി മറ്റ് ദശാകാലങ്ങളെക്കാട്ടും ചെയ്തു വേണ്ടാൻ അതുകൊണ്ടൊന്നും മറ്റ് ദശാകാലങ്ങളെ പോലെ അല്ലാതെ കുറച്ച് കൂടുതൽ കേതിന്റെ ദശ കേതിന് അപഹാരം ഒക്കെ എപ്പോൾ വന്നാലും ജനവരി തീയതിയും അതുപോലെ തന്നെ ചന്ദ്രദേവി മഹാത്മ്യം 12-ാം അധ്യായവും അതുപോലെ ദേവതകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യവസ്ഥകളും ചണ്ടാല ദൈവം ശരിക്കും വലിയ മലയ്ക്കും അല്ലെങ്കിൽ കാടിലേക്കും വെച്ച് ഈ പറയുന്ന നമ്മൾ കാണുന്ന സാമൂഹിക ക്ഷേത്രത്തിൽ നിന്നും ചിട്ടകളൊന്നും ഇല്ലാതെ ക്ഷേത്രം അവിടെ ഇതൊക്കെ ഇതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പ്രശ്നം വരാതിരുന്നായിരിക്കും വിദ്യാഭ്യാസം നടക്കുന്നു. കുറച്ച് മധ്യവയസ്സാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലിയിലൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നം, കലഹങ്ങൾ, ഇതൊരു 50+ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത്രയും കാലം ജീവിച്ച് സ്റ്റാൻഡേർഡിൽ നിന്നും താഴെ പോകുന്നത്, പിന്നെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതാകുന്നത്, മക്കളെ നിന്നും പോകുന്നത്, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നും അകന്നു പോകുന്നത്, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും അകന്നു പോകുന്നത് വളരെ വിദേശമായിരിക്കും. തുടക്കകാലങ്ങളിലാണ് വരുന്നത് വിദ്യാഭ്യാസം, ഒരു മധ്യസമയത്താണ് വരുന്നത്, ഒരു ഉയർച്ച വരെ എത്തിയിട്ട് താഴേക്ക് പോകുന്ന അവസ്ഥ, ഒരു 60+ ഒക്കെയാണ് വരുന്നത്. നമുക്ക് രോഗാതിഥ്യങ്ങൾ, സർജറികൾ, ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള സർജറീസ് ഒക്കെ ആയിരിക്കും. അതൊക്കെ ജീവിതദശയുടെ ഒരു സൂചനകളാണ്. എന്തായാലും